ഒന്നാമത് മമ്മൂക്ക അടുത്ത് പോകുമ്പോൾ നോർമലി എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. ഇവരെന്നെ ഒടുക്കത്തെ പേടിയാക്കി. ഞാനപ്പോൾ തൊട്ട് ഡോറിന്റെ ഫ്രണ്ടിൽ എത്ര മുമ്പ് ഞാൻ വിചാരിച്ചേ പടമങ്ങട് മാറിപ്പോയി. നമ്മൾ ലോക്കലായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന സാധനമാണ് ഈ ചത്താലും മറ്റോടിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടോ? ആദ്യം കേൾക്കുമ്പോൾ അടിപൊളി, രണ്ടാമത് വന്ന് അടുത്ത ആളെ കേൾപ്പിക്കുമ്പോൾ അത് ഇതുണ്ട്. ഒരു 4 പ്രാവശ്യം തന്നെ ഇത് തന്നെ പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചിരിപ്പിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ അന്നേലും ഒരു മലയാളം പടം കാണാന്ന് വെച്ച് നോക്കുമ്പോൾ മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമായിരിക്കും. വന്നിട്ട് പറയണത് ധാരണയില്ലായ്മയിൽ പറ്റിപ്പോയതാണ്, ഞാൻ അടുത്ത പരിപാടിക്ക് സെറ്റാക്കാൻ വെച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റോറിക്കൊക്കെ ലൈക്ക് അടിക്കും. അങ്ങനത്തെ അവസ്ഥ എല്ലാത്തിലും ഉണ്ട്, എല്ലാ പടത്തിലും ഉണ്ട്. പിന്നെ ഒരു മെന്റൽ പ്രഷർ ഭയങ്കര ഇടങ്ങേറല്ലേ, സീനാണ്, ഭയങ്കര പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷം ഞാൻ എഴുതി പോയതാണ് അറിയുന്നത്. ചത്താപ്പച്ചയുടെ കഥയുടെ ഏത് സാഹചര്യത്തിലാണ് മമ്മൂക്ക ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അത് ഒരു കമേഴ്ഷ്യൽ എലമെന്റ് മാത്രമുള്ള സാധനമായിരുന്നു? കഥ എഴുതുന്ന ആരെയും ശ്രദ്ധിക്കണം. ഇവിടെ ഹിറ്റ് പടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിയ, തിരക്കഥ എഴുതിയ, സംഭാഷണം എഴുതിയ ആരെയും ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലൊരു പരിപാടി ഉണ്ട്, അത് ഇച്ചിരി വലിയ പരിപാടിയാണ്. മെഗാ പടമാണോ? അത് വലിയൊരു പരിപാടിയാണ്. ആരെ കാസ്റ്റിംഗ്? സനൂപേ, സന്തോഷം. നമ്മൾ അയൽവാസികളായാലും കാണണമെന്നില്ലല്ലേ? സനൂപ് ഇപ്പോൾ ഒരു 5 സിനിമകളായി സംവിധായകനായിട്ട് സിനിമ ചെയ്തു, പിന്നെ 4 പടം എഴുതി. പലപ്പോഴും ഈ കഥ എഴുതി തുടങ്ങുമ്പോൾ ഈ കഥാപാത്രങ്ങളാണോ ആദ്യം വരുന്നത്, അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണോ ആദ്യം വരുന്നത് മനസ്സിൽ? ഇല്ല, നമ്മൾ ആദ്യം കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇന്ന സ്ഥലത്തോട്ട് പ്ലേസ് ചെയ്യുക, അങ്ങനെ ആയിരിക്കും. ചില സമയത്ത് നേരെ തിരിച്ചു വരാറുണ്ട്. സുമേഷ് രമേഷ് അങ്ങനെ സംഭവിച്ച റിയൽ ലൈഫിൽ നമ്മുടെ കൂട്ടുകാർക്ക് സംഭവിച്ച 2 ഇൻസിഡൻസ് ആണ്. അതെടുത്തിട്ട് സുമേഷും രമേഷും ആക്കി ചെയ്ത. ഈ പറഞ്ഞ പോലെ ഹ്യൂമറാണ് സനൂപിന് ഏറ്റവും താല്പര്യമുള്ളൊരു വിഷയം, ഏറ്റവും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞു. പണ്ട് തൊട്ടേ പറയുന്നതാണ്, ഏറ്റവും പാടാണ് ഹ്യൂമർ എഴുതൽ, ഏറ്റവും പാടാണ് ആൾക്കാരെ ചിരിപ്പിക്കൽ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. കാരണം ചില കണ്ടന്റിൻ്റെയൊക്കെ കമൻറ്റ് പോലും നമ്മൾ ചിരിച്ച് പറയാറുണ്ട്. ചില കണ്ടന്റിൽ വരുന്ന ആൾക്കാരുടെ ഹ്യൂമർ സെൻസ്, എല്ലാവർക്കും അവരൊരു ഹ്യൂമർ സെൻസ് കാണിക്കാനുള്ള ഒരു വേദിയുണ്ട് ഇപ്പോൾ. നിങ്ങളപ്പോൾ എങ്ങനെയാണ് പുതിയൊരു സാധനം ചെയ്തു കൊടുക്കുന്നത്? ആക്ച്വലി നമ്മൾ ചെറുപ്പം മുതലേ ഫാദർ സിനിമ കാണിക്കുന്നത് പ്രിയദർശനും സിദ്ദിഖ്ലാലും ആ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാണാറുള്ളത്. പിന്നെ നമ്മുടെ അറിയാലപ്പേരി വെണ്ണാപുരത്ത് പഴയ ലെജൻസ് അവരുടെ പരിപാടികൾ അത് നമ്മൾ റിപ്പീറ്റ് എപ്പോഴും കാണുന്നത്. അതാ വീട്ടിൽ നിന്ന് ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ വന്നാലും നമ്മൾ കാണുന്നത് ഈ പടങ്ങൾ തന്നെയാണ് എപ്പോഴും. ആ സമയത്ത് ഇപ്പോഴും അത് കണ്ടിട്ടിരിക്കുന്നത്. ആ സാധനം ഉള്ളതുകൊണ്ട് ഭയങ്കര. പിന്നെ നമ്മുടെ കൂട്ടുകാരും സർക്കിളിലുള്ള ആൾക്കാരൊക്കെയും അത്യാവശ്യം നർമ്മം പറയുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ സാധനം കിട്ടും. പിന്നെ ചില സാധനമൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും ഡേയ്സ് ആയിട്ട്. അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. കൂട്ടുകാർ പറയുന്ന നർമ്മം നമുക്ക് പലപ്പോഴും കാണിക്കാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ അതെ നമ്മളത് ഭയങ്കര പ്രശ്നമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഐഡിയ സ്റ്റാർ സിംഗർ വന്ന സമയത്ത് അത്യാവശ്യമൊക്കെ മൂളിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ. ഇപ്പം നമ്മളാണെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും പാട്ട് പാടി കഴിഞ്ഞാൽ ആ പരിപാടിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ പാട്ട് പാടൂല. കാരണം ക്രിട്ടിക്സ് ഭയങ്കര അവിടെ പോയി ഇവിടെ പോയി. ഇന്ന് ആ ലെവലില് ആൾക്കാർ സിനിമേനെ പറയണ ഓഡിയൻസായി. അപ്പം നമ്മൾ നോക്കിങ്ങണ്ടൊക്കെ ചെയ്യണം. പിന്നെ ഒരു പരിധി കൂടുതൽ ഇപ്പം ഡയറക്റ്റ് ചെയ്യാത്ത പടങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുക, ഡയറക്ടറായിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കണം. അപ്പം ഈ ഒരു വാക്കിൽ വരെ ഹ്യൂമർ പറയുന്ന ആൾക്കാരായി. അപ്പൊ നമ്മൾ ഈ 2.5 മണിക്കൂർ അതിന്റെ ഇടയിൽ എങ്ങനെ പറയാന്നൊക്കെ പറയുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ചില ഹ്യൂമർ ചില ആൾക്കാർക്ക് വർക്കാവും. ഇതൊരു മീറ്റർ ആണല്ലോ, ഇങ്ങനെ ലൈനിൽ പോകണം. ഞാനിപ്പോ ഒരു ഹ്യൂമർ പറഞ്ഞിട്ട് വർക്കായില്ലെങ്കിൽ നമ്മൾ തമ്മിൽ നോക്കുക, അതാണ് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ചില കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ ആ ഹ്യൂമർ സാധനം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇത് ഒറ്റയ്ക്ക് നിർത്തി എന്തായാലും നടക്കൂല, കാരണം ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. നമ്മൾ എന്താന്ന് വെച്ചാലേ നമ്മുടെ കൂടെ പിള്ളേരുണ്ട്. അപ്പൊ നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയിട്ട് അവരോടുത്ത് പറയും. അപ്പൊ റെസ്പോൺസ് കിട്ടണേ മനസ്സിലാവും പരിപാടി നടപടിയാണെന്ന്. അങ്ങനത്തെ ഒരു നമുക്ക് പറ്റിയ പിള്ളേരൊക്കെ ഉണ്ട്. അവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ തന്നെ ചെയ്യണം. ശരി. അതെ അതെ അതെ. ഈ എഴുതുമ്പോൾ തന്നെ ഈ വിഷ്വൽ മനസ്സിൽ വരുമോ, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞിട്ട് പിന്നീട് വിഷ്വലൈസ് ചെയ്യുന്ന പരിപാടിയാണോ? ഇല്ല നമ്മളിപ്പോൾ ചത്തപ്പച്ചയൊക്കെ ആക്ച്വലി ഇപ്പം അർജുൻ്റെ ഇൻട്രോയും പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ആക്ച്വലി നമ്മൾ മനസ്സിൽ വിഷ്വൽ കണ്ട് ഇന്ന പോലെ വരണം എന്നൊക്കെ പറഞ്ഞ് തന്നെ എഴുതിയാണ്. എഴുതി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ചില സമയത്ത് നമ്മൾ ചില ഐഡിയയിൽ വെച്ച് എഴുതി വരുമ്പോൾ വേറെ വല്ല സാധനങ്ങളാവും. മൈന്യൂട്ട് ചില വാക്കുകളൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ വേറെ ചിരി അങ്ങനെ കിട്ടുന്നൊക്കെ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ചത്തപ്പച്ച ഈ പറഞ്ഞതുപോലെ ഒരു ആക്ഷനാണ് പടത്തിൽ. അതിൽ ഇപ്പം ഹ്യൂമർ നമുക്ക് അധികം ഒരു സിറ്റുവേഷനിൽ സാധനം വർക്കാവുന്നല്ലാതെ അതിലൊരു
അല്ലാണ്ടൊരു ഹ്യൂമർ കയറ്റുന്ന പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ഇതുവരെ എഴുതിയെന്നാൽ വളരെ വ്യത്യസ്തമായിട്ട് സാധനമാണ് സനൂപ് എഴുതിയത്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചത്താപ്പച്ചൻ WWE ആണല്ലോ, ഇതൊരു ആക്ച്വലി ആ പരിപാടി കൊച്ചിയിൽ കൊണ്ടുവരാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറെ കഥയും പറയാൻ പറ്റൂല, കുറെ ഇടിയും കളിക്കാൻ പറ്റില്ല, ഒരു പരിപാടിയായിട്ട് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ ആക്ഷൻ ണ്ടാവുന്ന ഹ്യൂമറുകൾ, മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ അതൊക്കെ അവർ കലക്കനായിട്ട് അഭിനയിച്ചും അങ്ങനെ കയ്യിൽ നിന്നൊക്കെ ആയിട്ടൊക്കെ അവർ നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻ, വിശാഖിൻ്റെ ഒക്കെ സീനാണെങ്കിലും അച്ചു ആണെങ്കിലും ഒക്കെ അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേസിക്കലി ഒരു പരിപാടി ഉണ്ടാക്കി പേപ്പറിലാക്കിയിട്ട് തന്നെയാണ് പ്രോപ്പർലി ഷൂട്ട് ചെയ്യണം. പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാറില്ല. ഇല്ല, അല്ലാണ്ട് അപ്പോൾ സെറ്റിലുള്ള ഇംപ്രവൈസേഷൻ ഒക്കെ അതൊക്കെ അത് നമ്മളൊരു പ്ലാറ്റ്ഫോം റെഡി ആക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് ഇതാണ് നമ്മുടെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. പിന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ വരും. ഈ ചില സെറ്റുകൾ ഞാൻ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചേക്കണമെന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റുകളോട് അവിടെ ഒരു സാധനം കയ്യിൽ നിട്ടോ, ഇവിടെ ഒരു സാധനം കിട്ടും എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പം നമ്മൾ ബേസിക്കലി ഒരു സാധനം ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞ് കൊടുത്താൽ മാത്രമാണ് അവർക്ക് അതിൻ്റെ മേളിൽ തരാൻ പറ്റുമെന്ന് എനിക്ക് അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ സലികുമാർ എന്ന് പറഞ്ഞാൽ പുള്ളിയോടെ സലിമേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ പ്രോപ്പർ സാധനം കൊടുക്കുന്നതുകൊണ്ടാണ് ബാസിയും സലിമേട്ടനും ബാലു ആണെങ്കിലും അവർക്ക് ഇതാണ് പരിപാടി എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ പേപ്പറിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ തരും. എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യണമായിരിക്കും നല്ലത്. അതേപോലെ ചെയ്യണ ആൾക്കാർ വേണം. അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിൻ്റെ പേര് വന്നത്, അതായത് ചത്താലും പച്ച പിടിക്കണം. അത് നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന ഒരു സ്ലാങ് ആണ്. ഈ സാധനം നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് കേട്ടിട്ടുള്ള സാധനമാണ്. നമ്മൾ ലോക്കലായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന സാധനമാണ് ഈ ചത്താലും പച്ച പിടിക്കണം. അതിൽ അങ്ങനൊരു സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടോ? പിന്നെ എപ്പോഴും പോകാറുണ്ടല്ലോ. ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചത്താപ്പച്ച ശരിക്കും ചത്താപ്പച്ചായിരുന്നു. കാരണം ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഈ അദ്വൈതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അദ്വൈത് രാവിലെ വരും. ഇപ്പം ഇന്നൊരു നമുക്കൊരു ഇൻട്രോ സീൻ അപ്പോൾ നമുക്ക് റെഡിയാക്കാം, മച്ചാനെ ഓക്കെ നമുക്ക് റെഡിയാക്കാം എന്ന് പറയുമ്പോൾ രാവിലെ 9 മണിയാകുമ്പോൾ കോടിപ്പിൽ അടിക്കും. എന്തായില്ലേ ബ്രോ, ഞാൻ പറയും ഉണ്ടാക്കട്ടെ എഴുതണ്ടേ എന്നൊക്കെ പറയണം. അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ടൈമില്ല, വേഗം തീർക്കണം. അങ്ങനത്തെ ഒരു സാധനത്തിൽ നമ്മളറിയാണ്ട് ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷം ഞാൻ എഴുതി പോയതാണ് അറിയാണ്ട് ചത്താ പച്ച. അപ്പോൾ ഇത് കൊള്ളാലോ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് കൂടെയുള്ള കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ അവന്മാർ പറഞ്ഞ രസമുണ്ട്. പിന്നെ അങ്ങനെയാണ് അത്. പിന്നെ കല്യാണ രാമനിൽ ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇങ്ങനൊരു വേടുണ്ട്, ഇത് ഇവിടെ പറയാറുണ്ട്. പള്ളുരുത്തി ഭാഗത്തൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ പറയണ സാധനമാണ് ഈ സാധനം. പോളി പഴയ കൊച്ചി പഴയതിൽ പറയണതാണ്. അതായത് ഇപ്പൊ ഇതിപ്പോ പറഞ്ഞു പറഞ്ഞ ആൾക്കാർക്ക് അറിയാൻ പറ്റി. പണ്ട് മച്ചാനെ എന്നൊക്കെ വിളിക്കുമ്പോൾ കൊച്ചിയിൽ മാത്രമാണെന്നുള്ളൊരു ഇതാണ്. പക്ഷെ ഇപ്പൊ മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും മച്ചാനെ പല സ്ഥലത്ത് ഏതായാലും വിളിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇത് ചത്താപ്പച്ച ഡുവോർഡായി സീനാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരാൻ എന്ത് ചെയ്യും, ഒന്നും നോക്കണ്ട ചത്താപ്പച്ച കിട്ടട്ടെ എന്നുള്ള സീനില്ല. അതാണ് സംഭവം. ആക്ച്വലി അതാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നാട്ടിലെ ആൾക്കാർ ഉദ്ദേശിക്കണം. ഇപ്പം 4 സിനിമയ്ക്ക് കഥ എഴുതി. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കഥ ഞാൻ സംവിധാനം ചെയ്താൽ പോരെ എന്നൊരു തോട്ട് വന്നിരുന്നോ? ഇല്ല, നമ്മളങ്ങനെ ഇത് നമ്മൾ ചെയ്യാം എന്നുള്ളൊരു വിചാരിച്ച് തന്നെ എഴുതണം. അതായത് ചത്താപ്പച്ച ആക്ച്വലി ചത്താപ്പച്ചയിൽ കുറേ സീക്വൻസ് ഒക്കെ വേറെ ഉണ്ടായിരുന്നു. തുടക്കം വേറെ കുറേ സീക്വൻസ് ഉണ്ടായി. പക്ഷെ അത് അദ്വൈതിന് കണക്ട് ആവാനുള്ള, അപ്പോൾ അദ്വൈതിന് അത്രയും വേണ്ട, ഇങ്ങനെ മതി. പിന്നെ അവനൊരു ഐഡിയ ഉണ്ട്, ഇതിൽ ഇങ്ങനെ വേണം. അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കണം. ഇപ്പം മേജർ നമ്മളിപ്പോൾ ഒരാൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ കൊടുക്കണേന് നമ്മളൊരു സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് നമ്മുടെ ഒരു ബോധത്തിൽ കൊടുക്കും. പിന്നെ അങ്ങോട്ട് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ അവരുടെ ഇഷ്ടത്തിനാണ്. പിന്നെ നമ്മ അത് കുറേ ഭയങ്കര പ്രശ്നമാണെങ്കിൽ മാത്രം അത് ശരിയാവില്ല എന്ന് പറയാം. അല്ലാത്ത സമയത്ത് അവരുടെ ഒരു പരിപാടിയല്ലേ എന്നുള്ളത്. നമ്മൾ സുമേഷ് ആൻഡ് രമേഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ ഉദ്ദേശിച്ചത് നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പം നമ്മൾ പലപ്പോഴും സിനിമയെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് ഒന്നെങ്കിൽ OTTക്ക് വേണ്ടി എഴുതുക, അല്ലെങ്കിൽ തിയേറ്ററിന് വേണ്ടി എഴുതുക എന്നുള്ളൊരു ഒരു ടോക്കുണ്ട് എപ്പോഴും. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഭയങ്കര പ്രഷറാവുമോ? നമ്മളിപ്പോൾ ഇതുവരെ OTTക്ക് അങ്ങനെ സെപ്പറേറ്റ് തിയേറ്ററിന് വേണ്ടി അങ്ങനെ ഒന്നും സിനിമ ഉണ്ടാക്കുക. അത് ഫോണിലാണെങ്കിലും OTTയിലാണെങ്കിലും TV-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഒരേപോലെ പോണ രീതിയിൽ തന്നെ എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ OTTക്ക് വേണ്ടി ഇത്ര പണിയെടുത്താൽ മതി, ഇതിനു വേണ്ടി ഇത്ര പണി, അങ്ങനെയൊന്നും ഇല്ല. ഒരൊറ്റ പരിപാടിയുള്ളത്. അതിപ്പോൾ ഈ ഷോർട്ട് ഫിലിം ചെയ്യണ അവരാണെങ്കിലും അവർ ഈ സാധനം ഉണ്ടാക്കണം. ആ പരിപാടി തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടത്. പിന്നെ ബഡ്ജറ്റും കാര്യങ്ങളും നായകന്മാരും ഒക്കെ വരുമ്പോഴാണ് ഇതിന്റെ വലിപ്പവും ചെറുപ്പമൊക്കെ മാറിപ്പോണ. അല്ലാത്ത സമയം എല്ലാം ഒരേ പണി തന്നെ. എല്ലാം പണിയൊക്കെ പണിയെല്ലാം ഒരേ പണി തന്നെയാണ്. നല്ല കഥകൾ എഴുതുന്ന അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് എഴുതുന്ന റൈറ്റേഴ്സ് ഉണ്ടാവും. പക്ഷേ ഈ പലപ്പോഴും ഇവർ ഈ ഡയറക്ടറിൻ്റെ കീഴിൽ ഷാഡോ ആയി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ടോട്ടാലിറ്റിയിൽ പറയുകയാണ്. പിന്നെ
അതുണ്ട്. അത് കഥ എഴുതുന്ന ആരെയും ശ്രദ്ധിക്കണം. ഇവിടെ ഹിറ്റ് പടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിയ തിരക്കഥ എഴുതിയ സംഭാഷണം എഴുതിയ ആരെയും ശ്രദ്ധിക്കണം. പഴയ ലെജൻസ് ഇപ്പോൾ ശ്രീനി സാറ് ഇപ്പം ലേറ്റസ്റ്റ് മരണപ്പെട്ടു പോയി, പുള്ളിയുടെ പൊളി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും കിട്ടിയ പോലെയൊന്നും എല്ലാവർക്കും കിട്ടിയൊന്നുമില്ല. അല്ലെങ്കിലും ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ ആ രമേശിൻ്റെ ഡയറക്ടറാണ്, ആ ഓക്കെയാണ് മച്ചാനെ, ചത്താപ്പച്ചൻ റൈറ്ററാണെന്ന് പറയണത് അറിയാൻ പറ്റില്ല ആർക്കും. ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് റൈറ്റ് എല്ലാവർക്കും കിട്ടുന്ന ഒരു പരിപാടിയാണ്. അതിപ്പോൾ നമ്മൾ തിയേറ്റർ വിസിറ്റിൽ പോയാലും എവിടെ ചെന്നാലും നമ്മുടെ വിഷനിലാണ് ഇത് തുടങ്ങണത്. ക്യാമറ ചെയ്യണതും പിന്നെ അവരെല്ലാവരും സ്റ്റണ്ട് ചെയ്യണതും ഇതൊക്കെ ചെയ്യണത് ആദ്യം ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ സൂര്യാകാശത്തിൽ നിന്ന് പിടിച്ച് വെക്കുന്ന പരിപാടിയാണ്. പക്ഷെ അത് പലപ്പോഴും കിട്ടിയിട്ടില്ല. എൻ്റെ കാര്യത്തിലല്ല, പല ആൾക്കാരുടെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഇറ്റൊക്കെ അടിച്ചിട്ട് മച്ചന്മാരൊക്കെ മാറിയൊക്കെ നിൽക്കണമെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഇടിച്ച് കയറിയിട്ടും കഥയൊക്കെ പറഞ്ഞ് അവരറിയാൻ പറ്റും. അവരെയൊക്കെ നമുക്ക് ഡയറക്ടറിനായാലും കൂടുതൽ ആ റൈറ്ററിനെ അറിയാൻ ആൾക്കാരുണ്ട്. അവരുടെ ഒരു പരിപാടിയിലാണ്. ബാക്കി എന്ന് വെച്ചാൽ ഇങ്ങനെ സൈലന്റ് ആയി പോണ ഏതെങ്കിലും പറഞ്ഞാലേ അറിയുള്ളൂ. എഴുതിയാൽ മാത്രം പോരെന്നാണോ? എഴുതിയാൽ മാത്രം പോലെന്നല്ല, അങ്ങനെ വേണ്ടവരെ കുറച്ച് പണിയായിട്ട് വേറെ എടുക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാറി നിന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. ഈ സിനിമ കഥയുടെ അല്ലെ ചത്താപ്പച്ചൻ്റെ കഥയുടെ ഏത് സാഹചര്യത്തിലാണ് മമ്മൂക്ക ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ അത് ഒരു കമേഴ്ഷ്യൽ എലമെന്റിന് മാത്രമുള്ള സാധനമായിരുന്നു? മമ്മൂക്കയുടെ എലമെന്റ് എന്താണെന്ന് വെച്ചാൽ അത് ആക്ച്വലി മമ്മൂക്ക അതിലോട്ട് ഉണ്ടാവും എന്നുള്ളത്. കാര്യം ഈ പടത്തിന്റെ പ്രോജക്റ്റിൽ ഞാൻ ഇന്നാവണത് സുനിൽ സിംഗ് എന്ന് പറഞ്ഞിട്ട് ജോർജ് ഏട്ടൻ, മമ്മൂട്ടി കമ്പനി വിളിച്ചിട്ടാണ് നമ്മളിതിൽ ഇന്നാവണം. അവരൊരു ഇടപെടലുണ്ടായി. അങ്ങനെ നമ്മൾ ഈ പടത്തിൽ തന്നെ അപ്പോഴേ ഇതിൻ്റെ മേജർ പ്രൊഡ്യൂസർമാർ മമ്മൂക്കായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു പരിപാടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ഐറ്റം വേണം. അങ്ങനെയാണ് വാൾട്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നത്. അത് ആ സമയത്ത് വന്നാൽ നല്ലതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചില ടൈമിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടും പല കാര്യങ്ങളും കൊണ്ട് കുറച്ച് അവിടെ ഇവിടെ നിന്നൊക്കെ കണക്ഷൻ കുറവ് പോകുമ്പോഴൊക്കെ സിനിമയ്ക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മളോട് പല കൂട്ടുകാരും ചോദിക്കും, അതെന്തിനാ അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന്, അല്ലാതെ അതങ്ങനെ വരാനതിന് മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, നമുക്കതെല്ലാം പറയാനും പറ്റില്ല. വാൾട്ടർ എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ അടിപൊളിയാണെന്ന് പിന്നെ മമ്മൂക്കനെ പോലത്തെ ഒരാളെ കൊണ്ടുവരാൻ പറ്റിയ ഒരു കമ്പനിയുമാണ് അവർ. അപ്പോൾ വരുന്നു ഇങ്ങനെ എനിക്ക് ധാരണയുണ്ടായിരുന്നു. പക്ഷെ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ വരവിനെ കുറിച്ച് ഇല്ലേ? ഇല്ലില്ല, ആർക്കും ഒരു രണ്ടഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മമ്മൂക്ക ആ സമയത്ത് മാറി നിന്നിട്ട് വരുന്ന സമയം വരുന്നത് നേരെ നമ്മുടെ തെറ്റിലാണ് വന്നിട്ട് അവന് വന്ന് ചെയ്തത്. നമുക്ക് വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം മമ്മൂക്കനൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കാനുള്ള ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. അത് തന്നെ നല്ല പേടിപ്പിക്കലായിരുന്നു. ഇവർ ഹൈദരാബാദിൽ കഥ പറയാൻ വേണ്ടി പോയത് മമ്മൂക്കനെ വിളിച്ചപ്പോൾ ഓൾറെഡി പ്രൊഡ്യൂസർ സൈഡിലുള്ള ആൾക്കാരൊക്കെ പറയടാ അങ്ങനെ ഇരിക്കൂട്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പം എനിക്ക് ഒന്നാമത് മമ്മൂക്ക അടുത്ത് പോകുമ്പോൾ നോർമലി എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. ഇവരെന്നെ ഒടുക്കത്തെ പേടിയാക്കി. ഞാനപ്പോൾ തൊട്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ എത്ര മുമ്പ് ഞാൻ വിചാരിച്ചേ പടം അങ്ങോട്ട് മാറിപ്പോയെങ്കിൽ സത്യമായിട്ടും എനിക്ക് അത്ര പേടിയുണ്ടായി. എന്നിട്ട് ഞാൻ അകത്ത് കയറി മമ്മൂക്കനോട് ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ എൻ്റെ വെപ്രാളത്തിൽ ആ മച്ചാൻ ഇങ്ങനത്തെ മച്ചാനാണ് വാൾട്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ഞാൻ മച്ചാൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കണം. അപ്പോൾ മമ്മൂക്കയുടെ കൂടെയുള്ള രണ്ട് ചേട്ടന്മാരുണ്ട്. അവരെ ഞാൻ കിടക്കണ ഫസ്റ്റ് മമ്മൂക്കനെ കണ്ടിട്ട് ഇത് ചെയ്യണ വെപ്രാളമൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അടിപൊളി സംഭവമാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇങ്ങനത്തെ സാഹചര്യം എനിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ പുള്ളിയുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പുള്ളി നമ്മളെ വിരട്ടേണ്ട പരിപാടി ഉണ്ടല്ലോ, പിന്നീട് ഭയങ്കര കമ്പനിയാണ് മമ്മൂക്കയാണ് നമ്മൾ കാണുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആകുന്നൊരു കക്ഷിയാണ് കാണുന്നത്. അത് പക്ഷെ പലരും പറഞ്ഞുണ്ടാക്കുന്ന പേടിയാണ്, പുള്ളി ഇതായിരിക്കുകയാണ്. പക്ഷെ പുള്ളി നേരിട്ട് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഉണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അറിയാലേ പരിപാടിയാണ് എന്തായാലും. എന്നാലും മമ്മൂക്കയുടെ വെച്ചിട്ട് ഒരു സിനിമയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് രണ്ടുപേരാണല്ലോ, മമ്മൂക്ക ലാലേട്ടൻ്റെ അനന്തരവനായതുകൊണ്ട് എനിക്ക് അതിൽ സന്തോഷം. ഡയറക്ടർ സനൂപിലൊരു റൈറ്ററിനെ എപ്പോഴും ഒരു പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റൈറ്റിംഗ് അടിപൊളി പരിപാടിയാണ്. കാരണം നമുക്കത് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പോൾ റൈറ്റർ തന്നെയാണ് എല്ലാത്തിൻ്റെയും മെയിൻ. അതിപ്പോൾ അത് ഞാനിങ്ങനെ വേറെ ആൾക്കാർക്ക് എഴുതി കൊടുക്കുമ്പോൾ എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലാവട്ടെ. ഇപ്പം എൻ്റെ കൂടെ ജോസഫ് വിജീഷ് ഉണ്ട്, നമ്മൾ സുമേഷ് രമേഷ്. ഞങ്ങളിപ്പോൾ ആക്ച്വലി ഞങ്ങൾ രണ്ട് പേരും സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ എഴുതുന്നത്. ഞാൻ ചത്താപ്പച്ചയും വിജീഷ് അവറാച്ചൻ ആൻഡ് സൺസ് എന്നും പറഞ്ഞിട്ട് ബിജു മേനോൻ ചേട്ടൻ ബിജു ചേട്ടൻ്റെ ഒക്കെ പടം വാസികളുടെ പടം വിജീഷ് എഴുതുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ മാറിയത്. അപ്പം നമുക്ക് മനസ്സിലായി ഞാനിപ്പോൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ വിജീഷ് ഉണ്ട്, അപ്പുറത്തിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു പരിപാടിയിൽ നമ്മളുണ്ട്, നമ്മൾ ഒരുമിച്ച് കുറച്ച് കഥകളൊക്കെ ഉണ്ട്. റൈറ്ററിൻ്റെ ഒരു പരിപാടി തന്നെയാണ് അത്. നല്ല നമുക്ക് പുറത്ത് വേറെ ആൾക്കാർക്ക് എഴുതി കൊടുക്കുമ്പോൾ അത് മനസ്സിലാവും. കാരണം നമ്മളാ ഉണ്ടാക്കണ പരിപാടി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ സെറ്റിൽ ചെല്ലുമ്പോഴും പിന്നെ അവർ ഓരോന്ന് ബാക്കി ആൾക്കാരൊക്കെ കൂടി വന്നിട്ട് നല്ലതാവാം, ചിലത് ചീത്തയാവാം.
എല്ലാം നമ്മളാണ് കാണുന്നത്. ദൈവം ഇത് നമ്മൾ ഉദ്ദേശിച്ചതിന് മേളിലോട്ട് വന്നല്ല, ദൈവം ഇത് അലമ്പായി പോലെയുള്ള അങ്ങനെ രണ്ടും കിട്ടാറുണ്ട്. ഇപ്പം ഞാനൊരു സംവിധായകനാണ്, ഞാൻ സനൂപിൻ്റെ അടുത്താണ്, സനൂപ് എനിക്കൊരു കഥ വേണം, എനിക്ക് സബ്ജക്റ്റ് ഹ്യൂമറാണ്. ഹ്യൂമർ അത് നമുക്ക് എങ്ങനെ എഴുതി തുടങ്ങും, എവിടെ എഴുതി തുടങ്ങും? അനീഷേട്ടൻ എന്നെ വിളിച്ച് ഇവിടെ വരാൻ പറഞ്ഞ്, അനീഷേട്ടൻ്റെ പല്ലേട്ടൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ ആ ഫോൺ എടുക്കുന്നിടത്തും തുടങ്ങും. ഞാൻ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഒരു കഥ, ഈ പരിപാടികൾ മൊത്തത്തിലൊന്ന് എഴുതി പോയിട്ട് സീൻ ഓർഡർ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അതെങ്ങനെ ഉണ്ടാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര സമയം ഇൻട്രോയിൽ ചിലപ്പോൾ നമുക്ക് ഇൻട്രോയിൽ കിട്ടും, 5 കിട്ടും. ഇപ്പോൾ റോഷൻ്റെ ഇൻട്രോയിൽ 5 മിനിറ്റ് അത് കിട്ടിയെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ലാസ്റ്റ് ക്ലൈമാക്സ് കിട്ടും, എവിടെയെങ്കിലും കിട്ടും. ലാസ്റ്റിൻ്റെ സീൻ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ 5-6 സീനൊക്കെ എഴുതണ സീൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻട്രോയിൽ കഴിഞ്ഞിട്ട് കാണിച്ചാൽ അത് സ്ക്രീൻ പ്ലേ. അങ്ങനെ വരുമ്പോൾ സിനിമയുടെ ടോട്ടൽ മാറ്റങ്ങൾ വരും. അപ്പം ഞാനങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടാണ് ചെയ്യാറ്. ഈ ആദ്യം ക്ലൈമാക്സ് കിട്ടാറുണ്ടല്ലോ, ആ ക്ലൈമാക്സിൽ തുടങ്ങി ഇപ്പം നമ്മൾ അടുത്ത ചെയ്യാൻ പോണ പടത്തിൻ്റെ ആദ്യം ക്ലൈമാക്സ് ഉണ്ടായിട്ടുള്ളൂ. അത് അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ആ പരിപാടികൾ ബാക്കി പിടിച്ച് ഇങ്ങോട്ട് വന്നത്. അത് ഇതെന്താണെന്ന് വെച്ചാൽ എവിടെ കിട്ടും എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് വെച്ചിട്ട് ഒന്നല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പിടിക്കുക എന്നുള്ള പരിപാടിയാണ്. നല്ല രസമുള്ള പരിപാടി, ഇത് ചെയ്ത് നോക്കിയാൽ മതി, അടിപൊളിയാണ്. അല്ല ഇതിൻ്റെ ഒരു ട്രാക്കിൽ ഇവിടെ രസമുണ്ട്. എത്രമാത്രം പഞ്ച് അല്ലെങ്കിൽ എത്രമാത്രം കറക്റ്റായിട്ട് ഇപ്പം കോമഡിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പെരുവണ്ണാവത്തെ വിശേഷങ്ങളിലെ കോമഡി അല്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, പക്ഷെ നമ്മൾ ഇപ്പോഴും ഇടുന്നത് കാണും, നമ്മളത് ഇപ്പോഴും എൻജോയും ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ കോമഡിക്ക് ഒരു ഷെൽഫ് ലൈഫ് കുറവാണെന്ന് തോന്നിയിട്ടില്ലേ? ഇപ്പോഴത്തെ കോമഡിക്ക് എന്താണെന്ന് വെച്ചാൽ ട്രോളുകൾ വരാൻ ഭയങ്കര സുഖമാണ്. ഇപ്പോഴത്തെ നമ്മളൊരു എന്തെങ്കിലും ഒരു പരിപാടി ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് റീലുകളും ട്രോളുകളൊക്കെ വരും. ഇപ്പം എൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇപ്പം ചത്താപ്പച്ച തന്നെ എടുക്കാം. ചത്താപ്പച്ച ഞാൻ നേരെ തന്നെ അതിൻ്റെ അകത്ത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സൂപ്രൻ എന്ന് പറഞ്ഞിട്ട് ഡാറ്റു ചെയ്ത കഥാപാത്രം, പിന്നെ കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞാൽ മിനോൺ ചെയ്തത്, ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള പിള്ളേരാണ്. ശരി, എൻ്റെ കൂട്ടുകാരുണ്ട്. സൂപ്പർ ശരിക്കും സൂപ്പർ, അവനെ ഞാൻ ഇവർക്ക് കാണിച്ചും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞപ്പൻ ശരിക്കും കുഞ്ഞപ്പനുണ്ട്. അവന്മാരെ പനമ്പിള്ളികളിലുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവന്മാരെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇവിടെ ഈ സീൻ വരുമ്പോൾ അവരെന്ത് പറയുന്നത് എനിക്കറിയാലോ. ശരിയാ, അവന്മാരെ ആ സീനിൽ എന്താ പറയാൻ പോണെന്നറിയാം. അപ്പൊ നമുക്ക് ഈ ഡയലോഗ് പറയൽ ഭയങ്കര സുഖമാണ്. ഇപ്പൊ ഇനി അനീഷേട്ടനാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചത് ഈ സംഭവം അനീഷേട്ടനാണ്. അപ്പൊ അനീഷേട്ടൻ എന്തായിരിക്കും പറയാൻ പോണത്, അനീഷേട്ടൻ്റെ ഒരു പരിപാടി എന്താണ്, അത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നമ്മൾ ക്യാരക്ടേഴ്സിന് അങ്ങനെ പിടിക്കാറുണ്ട്. പിന്നെ എന്തോരം പേരാളെ ഒരാളെന്ന് എടുത്താൽ തീരുമില്ലല്ലോ, ഇഷ്ടംപോലെ പേരുണ്ടല്ലോ ചുറ്റും. അത്രയും ക്യാരക്ടേഴ്സ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ സ്ഥലത്ത് ജനിച്ച് നമ്മുടെ സ്വന്തം നാട്ടിൽ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമ്മ ആ ലോക്കലിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ പോലെ നടക്കണ കുറെ കമ്പനി ഉണ്ടല്ലോ, അറിയാം എല്ലാവരും. ശരിയാ. ഈ റൈറ്റിങ്ങിൽ എപ്പോഴെങ്കിലും ഒരു റിയലിസം എന്നുള്ള സാധനം വരാറുണ്ടോ, അല്ലെങ്കിൽ സിനിമ തന്നെയാണോ? സിനിമ മറ്റേ സിനിമാറ്റിക് വേർഷൻ വരുമ്പോഴുള്ള ഒരു പരിപാടിയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ ഇത്തിരിയെങ്കിലും ലോജിക്കില്ലാണ്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഒട്ടും ലോജിക്കില്ലെങ്കിൽ ലോജിക്കേ ഇല്ലാത്ത പോലത്തെ ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കി അങ്ങനത്തെ പരിപാടി വേണം. മേജർ നമ്മൾ കണ്ടിരിക്കും. ഇപ്പോൾ സുമേഷിലൊക്കെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ സുമേഷ് ആക്ച്വലി അത് സിനിമാക്കാർ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ളൂ. അത് സൺനെറ്റ് ഇതിലുള്ള എല്ലാവരും കാണാൻ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഇപ്പോഴും റീലുകൾ വരാറുണ്ട്. കാരണം അതിൽ എല്ലാവരും സാധാരണക്കാർക്ക് ഉണ്ടാകണ കുറേ സാധനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ സലീം കുമാരേട്ടനും മോൻ്റെ കല്യാണം പ്ലാൻ ചെയ്യണ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ എപ്പോഴും റീൽസിൽ വല്ല അതെ അതിലും പല സീക്വൻസുകൾ അങ്ങനെ വരാറുണ്ട്. റിയലി നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അവിടെ എന്ത് പറയും അങ്ങനത്തെ രീതിയിൽ തന്നെ പോകണം. പക്ഷെ കിടിലൻ കണ്ടന്റുകൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്, ഈ റീൽസ് ആയിട്ട് വരുന്നുണ്ട്. ചെറിയ ക്ലിപ്പുകൾ, ഹ്യൂമർ, ഉഗ്രൻ സാധനങ്ങൾ വരുന്നുണ്ട്. അത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, നല്ലതുണ്ട്. ഈ 1 മിനിറ്റ് 90 കിട്ടില്ല സാധനമാണ് ഈ മച്ചന്മാർ ഉണ്ടാക്കണം. കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന്മാർ പൊള്ളിയാണ്. പക്ഷെ അത് 2.5 മണിക്കൂർ സിനിമയൊക്കെ നേരത്ത് വൻ പരിപാടിയാണ്. അത് നല്ല പ്രശ്നം വരും. ചില നമുക്ക് ഇത്രയും പരിപാടിയിൽ ചെയ്യാം, അത് ഇത്രത്തിലോട്ടാക്കുമ്പോൾ ആൾക്കാരെ ബോറടിക്കാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മിനിറ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഈ 2.5 മണിക്കൂർ സാധനം ചെയ്യുന്നത്. 2.5 മണിക്കൂർ സിനിമയ്ക്ക് ഒരു ഹ്യൂമർ എടുത്തു കഴിഞ്ഞാൽ ഈ 2.5 മണിക്കൂർ ആൾക്കാർക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. നിങ്ങളൊരു സ്ലോ ആയിട്ട് തുടങ്ങിയിട്ട് ഒരു ഹ്യൂമർ സീക്വൻസ് വരും, പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, പിന്നെ അടുത്ത ഹ്യൂമറിലേക്ക് പോകും. ഈ ഗ്യാപ്പ് എന്താണ് എഴുതുന്നത്? ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പറയാം, അതെന്താ പറയണ, നമ്മൾ എഴുതണ എല്ലാ ഹ്യൂമറൊന്നും അല്ല, ചിലതൊന്നും വർക്കാവൂല. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറയിലാണ് ഹ്യൂമർ നോക്കിയിട്ട് എന്താണ് ഈ കാണിച്ചു വെച്ചേക്കണേ എന്നൊക്കെയുള്ള ആ സീൻ നമ്മൾ എഴുതി. പിന്നെ ആക്ച്വലി നമ്മളെ നടന്മാരൊക്കെ പൊളിയാണ്. അവർക്കൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൈന്യൂട്ട് സാധനം, ഹ്യൂമർ എന്നും പറഞ്ഞ ഒരു ഹ്യൂമർ ഇങ്ങനെ പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ അതിൽ എന്താണ് കറക്റ്റ് സാധനം വേണം. അവിടെ ഒരു തമാശ, എന്താണ് തമാശ, അതാണ് സംഭവം. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർ പെർഫോം ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ മൈന്യൂട്ട് എക്സ്പ്രഷനിലൊക്കെ ഇട്ട് തരും. അങ്ങനെയൊക്കെ സംഭവിക്കണം.
എല്ലാം നമ്മളൊന്നും ഉണ്ടാക്കണമെന്നില്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് അവരുടെ ഒന്നും പറഞ്ഞ പരിപാടികളാണ്. ആ ഗ്യാപ്പൊക്കെ അങ്ങനെ അങ്ങനെ വലിയ പോളാം. ശരി. കാരണം ഈ സ്ക്രിപ്റ്റ് അവർ ഒരുപാട് തവണ വായിക്കും. ഇപ്പം നിങ്ങൾ സ്ക്രിപ്റ്റ് ഒരുപാട് തവണ വായിക്കും. ഇപ്പം നമ്മളിപ്പോൾ കോമഡിയുടെ ടൈമിംഗ് ഇപ്പം നമ്മളിപ്പം അല്ലേട്ടനോടെ കൂടാൻ നേരത്ത് ചില സാധനങ്ങൾ അടിക്കും. അത് നമ്മൾ റിഹേഴ്സ് ചെയ്യാത്ത സാധനങ്ങളാണ്. റിഹേഴ്സ് ചെയ്യാത്ത സാധനത്തിന് ഭയങ്കര രസമാണ് ടൈമിങ്ങിന്. പക്ഷെ ഇത് റിഹേഴ്സ് ചെയ്ത് 2-3 തവണ വായിച്ച് പിന്നെ പറയുന്ന സാധനം, അതാണ് നമുക്കുള്ള പ്രശ്നം. ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു സാധനം പറയാം, അപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ എല്ലാവരും ഓക്കെ ആയിരിക്കും. ഇപ്പം അദ്വൈതിൻ്റെ കേസ് പറയാം, ആദ്യം കേൾക്കുമ്പോൾ അടിപൊളി, രണ്ടാമത് വന്ന് അടുത്ത ആൾ കേൾപ്പിക്കുമ്പോൾ അദ്വൈതുണ്ട്, ഒരു 4 പ്രാവശ്യം തന്നെ ഇത് തന്നെ പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചിരിപ്പിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, ഈ കഴിയുന്നവരോട് 2 പ്രാവശ്യം കൂടുതൽ പറയാതിരിക്കാം. ഒരു കാര്യം തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിരിപ്പിക്കുക, അങ്ങനെ പറ്റില്ല. ശരി. ഒരു റൈറ്റർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്ന പ്രോജക്റ്റ് ഉണ്ടായിട്ടുണ്ടോ? കോംപ്രമൈസ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് തുടക്കത്തിലൊക്കെ തന്നെ അങ്ങനെയാണല്ലോ. കാരണം നമ്മൾ കഴിവത്തിലിരിക്കണമല്ലോ, അല്ലാണ്ട് നമ്മൾ പറയണ കേൾക്കാൻ പറ്റില്ല. ഇപ്പം എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, എനിക്കൊരു വലിയൊരു പരിപാടി എൻ്റെ മനസ്സിലുണ്ട്, അത് ചെയ്യണമെങ്കിൽ എനിക്ക് സുമേഷ് പോലത്തെ ഒരു പടം ചെയ്താലേ പറ്റുള്ളൂ. ആദ്യം കയറി ഞാൻ പറഞ്ഞാൽ ചെയ്യില്ല, ഇനിയിപ്പം പറഞ്ഞ കേൾക്കും. ചത്താപ്പച്ച എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ നടക്കാത്തൊരു പരിപാടിയാണ്, നമ്മളൊന്നും ചെയ്തു നോക്കി എന്നുള്ള സീനിൽ. അപ്പം അതേപോലത്തെ ഒരു പരിപാടി ഇനി വേറെ നമ്മുടെ മനസ്സിലുള്ള ഐഡിയകൾ ഇനി പറഞ്ഞാൽ കേൾക്കും. അതിന് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്യണമല്ലോ. അപ്പോൾ ഫസ്റ്റ് പടങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ, നമ്മൾ പറയണമെന്നും കേൾക്കാൻ പറ്റൂല, വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ ഉണ്ട്. അല്ല, അങ്ങനത്തെ ഒരു അവസരം ഫേസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ പടം എഴുതുമ്പോൾ കിട്ടുമല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. അവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ഇത് ചലമ്പായ ചീത്ത ആരായക്കണം. ഉറപ്പാണല്ലോ, റൈറ്ററിനാണ് ആദ്യം എല്ലാവരും ഉറപ്പാണ് എന്ത് കോപ്പാണെന്നുള്ള സീൻ ആദ്യം തരുള്ളൂ. ഇത് നേരെ ആഘോഷിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും, മറ്റേ സാധനം വരുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും. ഇത് നമ്മൾ ആദ്യം മൂലേ പിടിക്കണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്കിട്ട് കിട്ടും, നമുക്കറിയാം, പിന്നെ ഒരു പരിധി കൂടുതൽ ഒന്നും ചെയ്യാനും പറ്റൂല. അങ്ങനത്തെ അവസ്ഥ എല്ലാത്തിലുണ്ട്, എല്ലാ പടത്തിലുണ്ട്. ഭയങ്കര ഇടങ്ങേറല്ലേ, സീനാണ്, ഭയങ്കര പ്രശ്നമാണ്. നമ്മളീ പെട്ടെന്ന് ഒരു സീനൊക്കെ നമ്മളിങ്ങനെ ഇപ്പം അതും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സീൻ എന്ന് പറയും. അപ്പോൾ ഇവരുടെ വിചാരം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ്. അത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ല, നമുക്ക് അനുഭവമുള്ള ആൾക്കാരുടെയൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പെട്ടെന്ന് പറയണം. അല്ലാണ്ട് നല്ല പണിയാണ് ഈ സാധനം. ഇപ്പം നമ്മുടെ ഒരു ചേട്ടനുണ്ട്, സിനിമയൊക്കെ എഴുതുന്ന ഒരാൾ, അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഈ വൈറ്റ് പേപ്പർ ശൂന്യാകാശത്തിൽ നിന്ന് എടുത്ത് എഴുതി ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അയ്യോ ഇത് ഇങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. ആദ്യം അതിലൊന്ന് എഴുതുന്നുള്ള സീൻ പറയും. അതെനിക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കൊടുത്തു കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു അടിപൊളിയാന്നൊക്കെ പറയും, പക്ഷെ അതിനുള്ള വേണ്ട ഒരു സാധനമൊന്നും തരൂല ചില സ്ഥലത്തൊന്നും. ശരി, ഇൻപുട്സ് കിട്ടൂല. അതെ, അത് മനസ്സിലാവാത്തോണ്ടാണ് കേട്ടോ അവർക്ക്. ചില ആൾക്കാർ അധിഗംഭീരമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ വില അറിയാവുന്ന ആൾക്കാർക്ക് അതറിയാം, കാര്യങ്ങളും നല്ല രീതിയിൽ സംസാരിക്കും, അടിപൊളിയാണെന്ന് പറയും. ചില ആൾക്കാർക്ക് അത് അറിയാത്തതുകൊണ്ടാണ് അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പലപ്പോഴും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ റെഫറൻസിൽ എടുക്കുന്ന, അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് റെഫറൻസ് എടുക്കുന്ന, നമ്മൾ ചുറ്റും കണ്ട ആൾക്കാർ റെഫറൻസ് എടുക്കുന്ന കഥാപാത്രങ്ങളെയാണ് സനൂപ് എഴുതിയിരിക്കുന്നത്. ഒരു ഫാൻറ്റസി മൂവി ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ എവിടുന്ന് റെഫറൻസ് എടുക്കും? നമ്മൾ ഫാൻറ്റസി നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ, കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് അതേപോലെ മെയിൻലി എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ അരുൺ ചേട്ടൻ്റെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പം ഈ കഥ കേൾപ്പിച്ചിട്ട് ഇത് എങ്ങനെയുണ്ട്, ഇത് കൊള്ളുവോ ചീത്തയാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. അത് വേണേ പണി അതൊന്ന് സെറ്റാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ഞാൻ അങ്ങനെ കാണാറുള്ളത്. നമ്മളോട് ഇപ്പോൾ അനീഷേട്ടൻ ഒരു കഥ പറഞ്ഞു, അനീഷേൻ്റെ കഥ അയ്യോ അനീഷേട്ടൻ അത് പോരാ, പക്ഷേ ഇത് നല്ലതാണ്, അതൊന്നും പറയാൻ ഞാനാളൊന്നുമില്ല. എന്നോട് പറഞ്ഞാണ് അതൊന്ന് നമുക്കൊന്ന് സെറ്റാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നത് അതെനിക്ക് പറ്റും. അല്ലാണ്ട് വന്നിട്ട് ചേട്ടൻ്റെ കഥ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് വെട്ടിക്കളയാനൊന്നും പറ്റുമൊന്നുമില്ല. അങ്ങനെയാണ് ചത്തപ്പച്ചൊന്നും നടക്കൂല. കാരണം അന്ന് പറഞ്ഞ ഐഡിയയും വെച്ചിട്ട് നമ്മൾ തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള പരിപാടിയാണ്. അത് തുടങ്ങുമ്പോൾ ഇത്രേ ഉള്ളൂ അല്ലേ, പിന്നെ അത് എക്സ്പാൻഡ്. അതായത് കൊച്ചിയിൽ പിള്ളേർ ഇത് ഇടാണ്, ഇത്രയല്ലേ പറഞ്ഞു, ഇതാണ് സ്റ്റോറി. ഇതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ സീക്വൻസും പരിപാടിയും എല്ലാം വരണ്ടേ. അപ്പൊ പേനെടുത്ത് മൈന്യൂട്ടായിട്ട് ഒരു സീൻ ഒന്ന് എന്ന് പറഞ്ഞ് പോകുമ്പോഴാണല്ലോ ഇതിന്റെ പ്രശ്നം പറഞ്ഞത്. വള്ളയും പറയുമ്പോൾ എന്ത് സാധനമാണ് സബ്ജക്റ്റാണ് രസമില്ലാത്തത്, എല്ലാ സബ്ജക്റ്റും അത് ഒരു 10, 70, 80 സീനുകളിലോട്ട് വരാൻ നേരത്താണ് പ്രശ്നം പറഞ്ഞത്. അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അദ്വൈതമായിട്ട് ആ കാര്യം പറഞ്ഞ എപ്പോഴും ഫൈറ്റ് ചെയ്യണം. അദ്വൈത് ഇങ്ങനെ ക്ലാസ് അവൻ നല്ല മീഡിയം സ്കൂളൊക്കെ പഠിച്ച് സെറ്റാണല്ലോ. അവൻ വന്നിട്ട് പറയും ഇവിടെ വരുമ്പോൾ ഒരു ഇവിടെ വരുമ്പോൾ ഞാൻ ഒന്ന് വെറുതെ ഇല്ല, ഞാനൊരു സാധനം പറയട്ടോ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഇതാ ഇപ്പം കേൾക്കുമ്പോൾ ഭയങ്കര ശബ്ദങ്ങൾ ഇത് ഇങ്ങനെ തന്നെയാണ്. അവനവിടെ നിന്ന് മറ്റേ ഭയങ്കര ഭയമൊക്കെ വെച്ചിട്ട് പോയിന്റിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇത് ഇവിടെയാണ് ഹൈ കയറേണ്ടത്, ഇവിടെ ഇതിങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് വെറുതെ വെച്ചാൽ ഞാൻ സാധനം എഴുതി തരാം. രസമുള്ള പരിപാടിയാണ് കേട്ടോ. അവന് പിന്നെ ധാരണയുള്ള, അവന് അങ്ങനെ ടെക്നിക്കലി ധാരണയുള്ള ഒരു മച്ചാനാണ്. പക്ഷെ ഇപ്പൊ രണ്ടാമത്തെ പടമാണല്ലോ ഏറ്റവും വലിയ. അതാണ് പുള്ളി പഠിക്കാൻ പോണം. അല്ല ഇത് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇവന്
ഫസ്റ്റാണ്. പക്ഷെ മച്ചാനെ എന്തോരം പേരാണ്. ആനന്ദ് പുള്ളി ക്യാമറമാൻ മച്ചാനെ കിട്ടി. പിന്നെ മ്യൂസിക്കും എല്ലാം എന്താ ടെക്നീഷ്യൻസ് ആണ്, ആർട്ടിസ്റ്റ് ഒക്കെ സെറ്റാണ്. അടുത്ത പരിപാടിയിലാണ് പ്രൂവ് ചെയ്ത് കൊടുക്കണേ. അപ്പൊ അടുത്ത പരിപാടി വെള്ളം കുടിക്കോട്ടെ. വളരെ ഓണസ്റ്റായിട്ട് എഴുതിയിട്ട് വളരെ ഓണസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ട് ഉപേക്ഷിക്കേണ്ടി വന്ന കഥകൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പറയണ കണ്ടന്റ് ഒക്കെ ഇല്ലേ, ഇതുവരെ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതേപോലത്തെ പരിപാടികളാണ് എഴുതിയേക്കുന്നത്. നമുക്കൊരു സാധനം ഉദ്ദേശിക്കുമ്പോൾ ഇത് കുഴപ്പമില്ല, വർക്കാവും തോന്നണ സാധനമാണ് നമ്മൾ പറയണത്. നേരത്തെ അത് മാറ്റി വെക്കേണ്ട എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് സിനിമയുടെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് മാറ്റി വെക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പം നമ്മൾ എവിടെ ചെന്ന് പറഞ്ഞാലും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് തന്നെ ഉണ്ട്, ചെയ്യാം, നമുക്ക് ചെയ്യാം. അങ്ങനെ പ്രോജക്റ്റുകൾ എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ട്, ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇപ്പം റെഡിയാണ്. അത് ശരി. ഇപ്പം പൊളിയായി. അത് ശരി. എഴുതാൻ പേടിയുള്ള വിഷയങ്ങളുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലേ? എന്ത് എഴുതും എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ അമ്മ എൻ്റെ പെങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് സിനിമ കാണണം, അങ്ങനത്തെ ഒരു ഉണ്ട്. അത് നമുക്ക് കുറച്ച് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. കാരണം അങ്ങനത്തെ കോമഡികളൊന്നും നമ്മൾ താല്പര്യമില്ല എഴുതാൻ. അത് ശരി. എഴുത്താണോ ഈ സംവിധാനമാണോ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത്? എഴുത്ത്. സാധനം ഉണ്ടാക്കലാണ് സംവിധാനം. അതിനപ്പുറം ഉള്ള പരിപാടിയാണെങ്കിലും ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണിലൂടെയുള്ള സാധനം കണ്ട്. ഇപ്പം ഞാൻ അദ്വൈസിനോട് തമാശ കുറയും, മച്ചാനെ ഈ പടം തുടങ്ങണേ, ഇവിടെ കൊച്ചി പടം ചെയ്ത് വെച്ചേക്കണ നമ്മുടെ ചേട്ടന്മാരെ അവര് ചെയ്യേണ്ട മേളി ചെയ്തിട്ട് കൊച്ചി ചെയ്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അത്രയെങ്കിലും വരണ്ടേ. അപ്പം നമ്മൾ ഉണ്ടാക്കണ സീക്വൻസ് തന്നെ അതേപോലത്തെയാണ് ഫസ്റ്റത്തെ സീക്വൻസ്. അപ്പോൾ അദ്വൈത് പക്ഷെ അത് ഫീൽ ചെയ്തല്ല വന്ന അത് സെറ്റിൽ പരിപാടി പിടിക്കാതെ പറഞ്ഞ. അപ്പം നമുക്കറിയാം ഒരു സീൻ തുടങ്ങുമ്പോൾ ഇത് എന്തോരം വലുതാവും നമുക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. അപ്പോൾ അത് സെറ്റില്ലാതെ വിചാരിച്ച പിന്നെ അദ്വൈതിന് മനസ്സിലായത് ഇത് ലൗഡാണ് പടം എന്ന്. അതിടക്ക് പറയുകയും ചെയ്യും. സനു മച്ചാൻ അന്നേ പറഞ്ഞായിരുന്നു ലൗഡാണ്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരു സുപ്രഭാതം എഴുതിക്കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഇത്രയും വർഷം നിങ്ങൾ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ടാണല്ലോ ഇതിൻ്റെ ഒരു മീറ്റർ പിടിക്കാൻ പറ്റുന്നത് പലപ്പോഴും അല്ലേ? അല്ലാണ്ടുള്ള ഒരു പുതിയൊരാൾ വന്ന് എഴുതുകയാണെങ്കിൽ അയാൾ ഫേസ് ചെയ്യുന്നത് എന്തായിരിക്കും? അത് കൺവിൻസ് ചെയ്യുക എന്നുള്ളത്. എന്ത് സാധനമാണെങ്കിലും പറഞ്ഞു കൊടുക്കുക. പിന്നെ എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് എല്ലാവരും ചോദിക്കുള്ളൂ. ഇത് ചെയ്യിച്ചാലല്ലേ എക്സ്പീരിയൻസ്. എന്തോരം മച്ചവർ അടിപൊളി കഥയൊക്കെ ആയിട്ട് നടക്കണം. അവന്മാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് എന്തോ ഭാഗ്യത്തിൽ ചില ആൾക്കാരെ ഷൂട്ട് പോകണ പോലെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. 2 തവണ കഴിഞ്ഞാൽ മനസ്സിലാവും. ശരി. എല്ലാവരും പേടിയാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇതിലും വലിയ വർത്താനം പറഞ്ഞവനൊക്കെ വന്നിട്ട് അലമ്പാക്കി വെച്ചേക്കണ. ഇപ്പൊ ഒന്നും പറയാണ്ട് മര്യാദക്ക് വന്ന് ചെയ്താൽ ഒരു കുഴപ്പമൊന്നുമില്ല അല്ലേ? നമുക്കറിയാവുന്നത് ഇത്രേ ഉള്ളൂ മച്ചാനെ. അപ്പോൾ എനിക്കിപ്പോൾ മെസ്സേജ് അയക്കും, അയ്യോ അത് ശരിയായില്ല കേട്ടോ, മറ്റേ സീൻ അലമ്പായി പോയിട്ടാന്ന് പറയുമ്പോൾ ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കും, ഒരു കുഴപ്പമില്ല, അടുത്ത പരിപാടിയിൽ സെറ്റ് ആക്കിക്കോളാം. അവന് സന്തോഷം. അപ്പൊ അച്ഛൻ പിന്നെ മെസ്സേജ് അയക്കും, നമ്മളെ കാണിച്ചുതരാം. അവര് ഉപദേശിക്കണേ അതിനാ അങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള പരിപാടി അലമ്പാണ്ടാന്നൊക്കെ പറയാൻ നേരത്ത് അതൊരു ധാരണയില്ലായ്മയിൽ പറ്റിപ്പോയതാണ്. ഞാൻ അടുത്ത പരിപാടി സെറ്റ് ആക്കാൻ വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റോറിക്കൊക്കെ ലൈക്ക് അടിക്കും. അതിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ പിന്നെ വച്ചാൽ വരില്ല. ഇൻഡസ്ട്രി സ്വീകരിക്കില്ലെന്നറിഞ്ഞിട്ടും തനിക്ക് വേണ്ടി മാത്രം എഴുതിയ കഥകളുണ്ട് ഇപ്പോൾ കയ്യിൽ? അങ്ങനെ സ്വീകരിക്കില്ല എന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ കയ്യിലൊരു പരിപാടി ഉണ്ട്, അത് ഇച്ചിരി വലിയ പരിപാടി. അത് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഇത്രയും പടങ്ങളൊന്നും ചെയ്യണമായിരുന്നു. നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് ഞാൻ കയറ്റും. അതാണ് മെഗാ പടമാണോ? അത് വലിയൊരു പരിപാടിയാണ്. ശരി. വലിയൊരു പരിപാടി എന്ന് വെച്ചാൽ എല്ലാവരും കുറേ ആൾക്കാർ അതിൻ്റെ പുറകിലുണ്ട്. കാസ്റ്റിംഗ് ഒക്കെ ആരാണെങ്കിലും വെക്കാം. നമ്മളിപ്പോൾ കഥ പറഞ്ഞാലും എൻ്റെ മെയിൻ ആൾക്കാരാണല്ലോ ഇവര്, ശ്രീനാഥ് ബാസി, ബാലു, അർജുന ഷോ. അല്ല, ഈ മെഗാ പരിപാടി എന്ന് ഉദ്ദേശിക്കുന്ന സ്കെയിലാണോ? അതെ, സ്കെയിലും ഒരു നമ്മൾ പറയില്ല ഒരു ഐറ്റം അങ്ങനത്തെ ഒരു പരിപാടി. ഒരു എക്സ്പെരിമെന്റേഷൻ ഇപ്പോൾ എത്രമാത്രം സ്പേസ് ഉണ്ട് നമ്മുടെ ഇവിടെ ഈ കമേഴ്ഷ്യൽ വാല്യൂ വെച്ച് നോക്കും? കമേഴ്ഷ്യൽ വാല്യൂവിൽ ഇപ്പോൾ അടിപൊളിയല്ലേ. ഇപ്പോൾ എല്ലാ സാധനവും പുതിയ സാധനങ്ങളൊക്കെ മലയാളത്തിൽ നിന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ മലയാളികൾ പൊളിയാണെന്നുള്ള സീനൊക്കെ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം മഞ്ഞുമ്മൽ പോയതൊക്കെ നമ്മുടെ പിള്ളേർ വെറുതെ കിള്ളി കൊടുത്ത് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ WWE കൊടുത്തേക്കണം മലയാളത്തിൽ നിന്നല്ലേ. ആദ്യത്തെ മലയാളം പടമാണ് വേൾഡില് WWE ഉള്ളത്. അപ്പൊ അങ്ങനത്തെ സാധനം നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോ 3D മൈഡിയർ കുട്ടിച്ചാണ് ഇന്ത്യയിലെന്ന് പറയുന്നത് മലയാളി പടമല്ലേ. നമുക്ക് എന്ത് സന്തോഷമുള്ള കാര്യമല്ലേ. അതാണ് അങ്ങനെ അവരിത് അങ്ങനെയൊന്നും അല്ലട്ടോ ഞാൻ പറയണം. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ പുതിയതൊക്കെ വന്ന് ഞെട്ടിക്കുമ്പോൾ അടിപൊളിയല്ലേ. ശരിയാണ്. ഒരുപക്ഷെ OTT വന്ന ശേഷമായിരിക്കും മലയാള സിനിമയെ, അതായത് സൗത്ത് ഇന്ത്യൻ സിനിമകൾക്ക് ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയും. അതായത് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ബോളിവുഡ് സിനിമ എന്നാണല്ലോ അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഇപ്പോഴാണല്ലോ അതൊന്നും അല്ല സംഭവം അതല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മറാത്തിയിലൊക്കെ ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങുന്നുണ്ടെന്നല്ല.
പക്ഷെ നമ്മുടെ മലയാള സിനിമ എനിക്കൊരു അനുഭവം ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ചാൾ നമ്മൾ ഗോവയിലുണ്ടായിരുന്നു ചെറിയ ഷോപ്പൊക്കെ ഇട്ട്. അപ്പം ഗോവയിൽ എപ്പോൾ എവിടെ ടി വി കണ്ടാലും മലയാളം പടം തന്നെ, പക്ഷെ അത് ഹിന്ദിയിലാണ് ഡബ് ചെയ്ത് അടിക്കണേ എല്ലാ മലയാളം പടങ്ങളും. ഇപ്പൊ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കാണുന്നുണ്ട് സബ് ടൈറ്റിൽ വെച്ച്. ഇപ്പൊ മലയാളം പടം കാണുന്നുണ്ട്. നമ്മൾ അന്നേലും ഒരു മലയാളം പടം കാണാന്ന് വെച്ച് നോക്കുമ്പോൾ മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമായിരിക്കും വന്നിട്ട് പറയണത് അപ്പൊ അത് മാറിയിട്ടുണ്ട്. ഞാനിപ്പോ ശ്രദ്ധിച്ചു നോക്കുമ്പം മലയാളം മലയാളം കേട്ടു തുടങ്ങി. അടിപൊളി കമോൺ സീൻ. ശരിയാ. ഇപ്പം ഞാൻ ആദ്യമായിട്ട് കഥ എഴുതുന്ന ഒരാളാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് ആ കഥയുമായി ഫുൾ കഥ റെഡിയാണ്, കഥയുമായി വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഥയുമായിട്ട് വരുന്നതിന് മുമ്പ് അതൊന്ന് പോസ്റ്റൽ വഴി എവിടെയെങ്കിലും ഒന്ന് രജിസ്റ്റർ ടെക്നിക്കലി ഫൈൻ. ശരിയാണ്. നേരെ ഒരു നല്ല സിനിമ ചെയ്യുമെന്ന് തോന്നുന്ന ഒരു പ്രൊഡക്ഷനൊക്കെ ചെന്ന് കാണും. അവർ പറയും ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് എടുത്തിട്ട് വന്നാൽ തരാമെന്ന് പറയും. അവർ വഴി പോകണമെങ്കിൽ അവർക്കൊരു ആക്സസ് ഉണ്ടാവും. ഇന്ന ആളെ വിളിച്ചിട്ട് കണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നേരെ കഥ പറയാൻ ഏത് സ്റ്റാറിന്റെ അടുത്ത് പോയാലും അവർക്ക് 100 പടം ഉണ്ടാവും, നമ്മൾ വിളിക്കൂല. അപ്പോൾ ആ പ്രൊഡക്ഷനെ മനസ്സിലാക്കിച്ചു കൊടുത്താൽ അവരുടെ ഒരു കോള് പോയി കഴിഞ്ഞാൽ ഇന്ന ആള് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് ചെന്നു കഥ പറഞ്ഞു. അങ്ങനെ പോയാൽ പരിപാടി കറക്റ്റ്. ഫസ്റ്റ് പറച്ചിലാണോ ചാൻസ് ഉള്ളത്? എല്ലാത്തിനും ഫസ്റ്റ് ആണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ പോയി കഴിഞ്ഞാൽ പണിപ്പോ ആളിക്കഴിഞ്ഞാൽ പിന്നെ അവനല്ല അവൻ അന്ന് പറഞ്ഞു അവനെയൊന്നും വിളിക്കല്ലേ എന്ന് പറയും. അല്ല പക്ഷേ ഈ നമ്മൾ ഞാൻ ആസിഫിക്കയുടെ അടുത്ത് കഥ പറഞ്ഞുകൊണ്ട് പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മച്ചാനായിട്ട് പടം ചെയ്യാൻ. അപ്പം ഞാൻ ചെന്നിട്ട് പറഞ്ഞതേ എല്ലാ കഴിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഈടെ ഇത് ഷോർട്ട് ഫിലിമുകളല്ലടാ, ചെറുതാണല്ലോ, അത് ചെയ്താൽ പോലും എന്ന് വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസിഫിക്കയുടെ അടുത്ത് കഥ പറയാനേ ശരിയാ. അല്ല ശരിയാണ്. കാരണം എപ്പോഴും ഒരു ഫസ്റ്റ് ചാൻസും ഫസ്റ്റ് ആക്സസും ഉണ്ടാവുള്ളൂ. അവിടെ ഇമ്പ്രസ് ചെയ്യണം. നമുക്ക് ഇത്രയും ടെൻഷനുണ്ട് മനസ്സിൽ. അല്ല അതെങ്ങനെ മറികടക്കണം നല്ല ധാരണ ഉണ്ടാക്കിയിട്ട് പോവാ. 2 ചോദ്യം എന്തായാലും അവർ ചോദിക്കും. ഇപ്പൊ എത്ര വലിയ നടന്മാരാണെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് ഭയങ്കര അവരെന്തായാലും ഒരു ചോദ്യം ചോദിക്കൂലേ. ഞാനിപ്പോ അനീഷേട്ടൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂവിനെ പറ്റി പറഞ്ഞാൽ അനീഷേട്ടൻ അറിയാവുന്ന മേഖലയിലല്ല ഒരു 2 ചോദ്യം എനിക്കിട്ട് ചോദിച്ചാൽ എക്സ്പ്ലോഷർ എന്നൊക്കെ ചോദിച്ച് എത്ര പിടിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ വളരെ പണി പാളിയില്ലേ. ചേട്ടൻ്റെ മേഖലയിലായിട്ടാണ് ഞാൻ വരാൻ പോണത്. അതായത് തിരിച്ചു അഭിനയിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ടാണ് നമ്മൾ വരാൻ പോണത്. അപ്പൊ അവര് ചോദിക്കണൊക്കെ ചോദ്യങ്ങൾ പഠിച്ചിട്ടുള്ള അടുത്തല്ല. പിന്നെ പറയണ കഥ നമുക്കറിയാവുന്ന ആൾക്കാരുടെ ആണെങ്കിൽ കയറി പോയിക്കോളും. ശരി. ചത്താപ്പച്ചയ്ക്ക് ശേഷം എന്താ പ്ലാൻ? ചത്താപ്പച്ചയ്ക്ക് ശേഷം അരുൺ ഗോപി പ്രൊഡക്ഷനിലൊരു പരിപാടിയുണ്ട്. പിന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്യണ ഒരു പരിപാടിയുണ്ട് ബോണിയം എന്ന് പറഞ്ഞിട്ട്. അർജുന ഷോ. പഴയ ബോണിയുമായിട്ടുള്ള ബന്ധമുണ്ടോ? ഇല്ല, പേരാണ് ബോണി എന്നുള്ള, ബോണി മാത്യു എന്നുള്ള പേര്. നമ്മളൊരു കൾച്ചർ മ്യൂസിക്കൽ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അത് അച്ചുവിനോട് കഥ പറഞ്ഞ അച്ചു കേട്ടപ്പോൾ തന്നെ ഓക്കെ ആയി, ഭയങ്കര സന്തോഷം. പുള്ളി തന്നെ അനൗൺസ് ഒക്കെ ചെയ്ത് ബർത്ത്ഡേന്ന് വെറുതെ അനൗൺസ് ചെയ്താണ്. അപ്പോൾ അതാണ് അടുത്ത പരിപാടി നിലവിലുള്ളത്. അല്ലാതെ 2 സബ്ജക്റ്റ് വേറെ എഴുതിയിട്ടുണ്ട്, നേരത്തെ എഴുതിയതാട്ടാ. അതൊക്കെ ഇപ്പം പ്രോസസ് നടന്നുകൊണ്ടിരിക്കണേ. അപ്പം അതൊക്കെ ഇടയ്ക്ക് ഷൂട്ട് തുടങ്ങും. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ചെയ്യണ വേറെ ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോഴാണോ ഒരു ഫുൾ ഫ്ലെഡ്ജ് ട്രാക്കിലേക്ക് സെറ്റായെന്ന് തോന്നിയത്? അതെ, ഇപ്പോൾ സെറ്റാണ്. ഇപ്പോൾ വിളിക്കണത് കറക്റ്റ് കാര്യത്തിനാണ്. പണ്ടത്തെ പോലും ഓടിക്കാൻ വിളിക്കണല്ല. ഇപ്പോൾ വിളിച്ചിട്ട് അത് നമുക്കൊരു പ്രോജക്റ്റിന് ഇരിക്കാന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം അതല്ല, എടാ ഒരു പ്രോജക്റ്റ് സെറ്റ്, അതാണ് പുള്ളിയാണ്. പക്ഷെ അതിനുവേണ്ടി എടുത്ത ഈ സമയവും ഇത്രയും നാളെടുത്ത അത് ഈ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എല്ലായിടത്തും കയറി ഇരുന്നിട്ട് മറ്റേ കഥ പറയില്ല, അല്ലെങ്കിൽ നമ്മളറിയാൻ പാടില്ല. നമ്മളെ ഒരാളതിങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഓളത്തിലൊക്കെ കയറുന്നല്ല, പിന്നെ കൂട്ടുകാരും ഇതൊക്കെ ആയിട്ട് കോളേജ് അങ്ങനെയൊക്കെ വേറൊരു കൂടി പോകണത് കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് അങ്ങനെയല്ല ഇത് സീരിയസ് ആയിട്ട പരിപാടി എന്നുള്ള സംഭവം. ശരിയാ. തമാശ എഴുതുകയാണെങ്കിൽ സംഭവം സീരിയസ് ആണ്. അതെ, ഭയങ്കര സീരിയസ് ആണ്. തമാശയാണ് കൊടുക്കുന്നത് സീരിയസ് ആണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ, അടിപൊളി.